സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. എന്താ സ്ഥിതി? നിങ്ങൾക്ക് 4-5 സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് തീർത്ഥാടനത്തിന് പോകാം, ടൂറിന് പോകാം. UDF സർക്കാരിന്റെ ഔദാര്യത്തിനല്ല, UDF സർക്കാരിന്റെ അതിഥികളായിരിക്കും ഈ സ്ത്രീകൾ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ചില ആൾക്കാരെ ഈ പറഞ്ഞു വെച്ചത് അല്ലെങ്കിൽ എഴുതി വെച്ചത് പഠിച്ചു വെച്ചത് മറക്കാതിരിക്കാൻ ചിലപ്പോൾ ഇങ്ങനെ നടന്നു പഠിക്കും. അതിങ്ങനെയൊക്കെയാണ് കേട്ടോ, നടന്നിങ്ങനെ പഠിക്കും. എന്റെ സുഹൃത്തുക്കളെ, ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താ അറിയോ? നമ്മുടെ സ്ത്രീകളൊക്കെ ഒരു മഹാഭാഗ്യം ചെയ്ത ആൾക്കാരല്ലേ. യാത്രയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമാണ്, അല്ലേ? യാത്രയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. പൈസ വേണ്ടേ? അറ്റ്ലീസ്റ്റ് ബസ്സിന് കൊടുക്കാനുള്ള കൂലിയെങ്കിലും വേണ്ടേ? നോക്കൂ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് രാവിലെ എണീച്ച് നമ്മുടെ വീട്ടിലത്തെ ഒരാൾക്ക് അമ്മയ്ക്ക് ഗുരുവായൂർ പോകണം തോന്നി. ഇവിടെ ആ ഗുരുവായൂർ പോയിട്ട് അവിടെയുള്ള ഭക്ഷണത്തിൻ്റെയും അവിടെയുള്ള മറ്റു ചില്ലറ ചെലവിൻ്റെ പൈസ മാത്രം മതി. എന്താ വേണ്ടേ? നേരെ KSRTC ബസ് സ്റ്റാൻഡിൽ ചെല്ലുക, അങ്ങോട്ട് കയറി കുത്തിരിക്കുക. അവിടേക്കാ? ഗുരുവായൂർക്കാണ്. ഇനി എവിടേക്കാന്ന് ചോദിക്കുക പോലും ഇല്ല, കാരണം ടിക്കറ്റ് വേണ്ടല്ലോ. ഏത് ടിക്കറ്റ് വേണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ കണ്ടക്ടർക്ക് നിങ്ങൾ എങ്ങണ്ടാ പോണേ എന്നുള്ള ചോദ്യം വേണോ? അതും വേണ്ട. സ്ത്രീയാണോ? ഓ മുണ്ടണ്ട, അവിടെ കുത്തിരുന്നോട്ടെ. സ്ത്രീയാണോ? മുണ്ടണ്ട, അവിടെ കുത്തിരുന്നോട്ടെ എന്ന് വിചാരിച്ച പോരെ? അത്രയ്ക്ക് ഗംഭീര ഭാഗ്യല്ലേ? ഞാൻ അത് ചുമ്മാ പറയുന്നല്ല, വേണമെങ്കിൽ 1-2 തെളിവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. നോക്കിയേ, ഒരു രഞ്ജിത മഹാരാജാസ് എന്ന് പറയുന്ന എവിടെ എഴുതി വെച്ചിട്ട് നോക്കിയേ. ഞാൻ എന്തായാലും ഇനി ആൾ കേരള ഫ്രീ ടൂർ, കാരണം തിരക്കിലായിരിക്കും. KSRTC ഡേ ടൂറിസം പാക്കേജ് ഒക്കെ ആയിട്ട് ഒന്ന് ആർമാദിക്കണം. ഏതെങ്കിലും കണ്ടക്ടർ ഓർക്കാതെ ടിക്കറ്റ് കീറിയാൽ കാശ് സതീശേട്ടൻ തരുമെന്ന് പറഞ്ഞ് അയാളെ കൊഞ്ഞനം കുത്തിക്കാണിച്ചു ചിരിക്കണം. ആരൊക്കെ വരുന്നുണ്ട് കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് രഞ്ജിത മഹാരാജ് എന്ന് പറയുന്ന ഒരാളിതാ ആൾ കേരള ഫ്രീ ടൂർ ഇല്ലയോ, KSRTC വക ആൾ കേരള ഫ്രീ ടൂർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇത് ഒരാൾ മാത്രമായിരിക്കും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക എന്ന്. അല്ലെന്നേ, അപ്പോൾ ഇതറ വേറൊരാള് ധാരാ മിത്തു ആൻഡ് മാത്യു എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, എൻ്റെ സുഹൃത്തൊന്നുമല്ല കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരെന്തൊരു ജോലിയൊക്കെ ഉണ്ടേ, ദിവസം യാത്ര ചെയ്യുന്ന ഒരാളെ തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മാസം 2500 മുതൽ 3000 വരെ ചിലവാകുന്ന ബസ് യാത്രയ്ക്കുള്ള തുക മാറിക്കിട്ടുക എന്നത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ചേച്ചിയെ സംബന്ധിച്ചല്ല, എല്ലാവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. എന്തായാലും ട്രാവൽ കാർഡ് റീചാർജ് ചെയ്യുക. നമ്മുടെ KSRTCക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. ഇതാ കണ്ടിട്ടുണ്ടോ ട്രാവൽ കാർഡ്? ഇനിയൊക്കെ കാണണം കേട്ടോ. ട്രാവൽ കാർഡ് റീചാർജ് ചെയ്യുകയാണ് സാലറി വന്നാൽ ആദ്യ ദിവസത്തിൽ ചെയ്യുന്ന ഒരു കാര്യം. ഇനി അത് വേണ്ട. ഈ മാസം ചാർജ് ചെയ്ത 2500 രൂപ അടങ്ങുന്ന കാർഡ് ഇനി കെട്ടിയോന് കൊടുക്കാം. ഇനി മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. എന്താ കാരണം? UDF വന്നു. നോക്കൂ, ഒരു കോൺഫിഡൻസിന്റെ എഴുത്താണെന്നേ, ഒരു അപാര കോൺഫിഡൻസിന്റെ എഴുത്താണ് ഈ കാണുന്നേ. അല്ലേ? ഗംഭീര കോൺഫിഡൻസ് അല്ലേ നമ്മുടെ സ്ത്രീകൾക്ക്? സത്യം പറയാലോ, പിണറായി വിജയൻ തോറ്റം നന്നായി. മൂപ്പര് കുടുംബത്തിരിക്കട്ടെ, അത്യാവശ്യം പ്രായമാണ്, മൂപ്പരുടെ കുടുംബത്തിൽ വെച്ചിരിക്കട്ടെ. കാരണം പിണറായി വിജയനും ഇത് നടന്നിട്ടില്ലെന്നേ. പിണറായി വിജയനും നടന്നിട്ടില്ല. സ്ത്രീകളെ ബസ്സിൽ വെറുതെ അങ്ങ് സഞ്ചരിച്ചോട്ടെ എന്ന് പിണറായി വിജയന് അങ്ങനെ പറയാൻ സാധിച്ചിട്ടില്ല. ആ ഭാഗത്തേക്ക് ചിന്തിച്ചിട്ടില്ല. ഗണേഷ് കുമാർ എന്താ ചെയ്യായിക്കോ, ഞാൻ ആ ഭാഗത്തേക്ക് നോക്കണില്ല എന്നായിരുന്നു പിണറായി വിജയന്റെ സ്റ്റാൻഡ്. നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അപാര പ്രശ്നമാണ് ഒരു ഗവൺമെന്റ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോഴാണ് ഇതൊന്നും ഒരു പ്രശ്നമല്ല, സാമ്പത്തികമൊന്നും പ്രശ്നമല്ല. ഇനിയിപ്പോൾ ഇത് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 4000 കോടി രൂപ എങ്ങാണ്ടൊക്കെ ബാക്കി വെച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇനി അത് മുഴുവൻ ഇങ്ങനെ കുറച്ച് മാസത്തിലേക്ക് ഇങ്ങനെ ഇറക്കുമെന്ന് വലിയ പിടുത്തൊന്നുമില്ല. പക്ഷെ എന്തൊക്കെയായാലും ഇതൊരു അതിഗംഭീരമായിട്ടുള്ള ഓഫറാണ്. ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതുണ്ട് എന്ന് തന്നെ ഇവര് പറയുന്നുണ്ട്. ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഇവർ ഒപ്പുവെക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു തരേ. ഇതെന്തിനാ ഞാൻ ചെയ്യുന്നതെന്ന് അറിയാവോ സുഹൃത്തുക്കളെ? നിങ്ങളെല്ലാവരും ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കണം.
വേണമെന്ന്. ചിലപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അടിപിടി വലിയ കളിയൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു പോയാലോ, ഒറിജിനൽ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു പോയാലോ, അതുകൊണ്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടേ ഇത് എടുത്തു വെക്കണം. അല്ലെ ഒരു കവിത പോലെ, ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം. അതുപോലെ ഓർമ്മിക്കണം എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. സൗജന്യ യാത്രയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല സൗകര്യമാണ്. ഇതിന് അറിഞ്ഞു എല്ലാം അറിഞ്ഞു. 15-ാം തീയതി മുതൽ അടുത്ത മാസം 15-ാം തീയതി മുതൽ ഫ്രീ ആണ് യാത്ര. അറിഞ്ഞു. സന്തോഷമായോ? രണ്ടുപേരുണ്ട്, KC ഉണ്ട്, നമ്മുടെ രമേശ് പിഷാരടി ഉണ്ട്. തൃശ്ശൂർക്ക് എത്ര പൈസ സാറിന് കൊടുക്കേണ്ടത്? 365 4 പേർക്ക്. അപ്പോഴേ എല്ലാവരോടും ഇത് അതുവരെ KC വേണുഗോപാലാണ്. ഇനി ആ കയറിയിരിക്കുന്ന 2 സ്ത്രീകൾ കോൺഗ്രസ്സുകാർ തന്നെയാണെന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടോ? എനിക്കുണ്ട്. ഇനി രമേശ് പിഷാരടി പറയുന്ന വാഗ്ദാനം കേൾക്കൂ. ഇപ്പൊ ബസ് കയറിയത് നമ്മുടെ UDFന്റെ പ്രചരണാർത്ഥമാണ്. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ യാത്ര സൗജന്യമായിരിക്കും. ഒരാൾ ടിക്കറ്റ് എടുക്കണ്ട, ബസ്സിൽ കയറുക, ഇഷ്ടമുള്ളിടത്തേക്ക് പോവുക, തിരിച്ചു വരിക. അതായത് സ്കൂളിലാക്കാൻ പോണെങ്കിലും ഒക്കെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ബസ്സിൽ കയറുക, പോവുക, വരിക എന്നുള്ളതല്ലാതെ പിന്നെ സ്ത്രീകൾക്ക് ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയില്ല. സന്തോഷായില്ലേ ഗോപിയേട്ടാ എന്ന രീതിയിൽ കണ്ടക്ടറോട് ചോദ്യം. ഇനി സ്ത്രീകൾക്ക് ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടി കണ്ടക്ടറെ ഇല്ല കേട്ടോ എന്നുള്ളതാണ്. ഇതവിടെ കെടുക്കട്ടെന്നേ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കുക ഈ വീഡിയോ എന്തിനാണ് ചെയ്യുന്നതെന്നായിരിക്കും. കൃത്യമായിട്ടും ഇതിവിടെ കിടക്കട്ടെന്നേ, ഓരോ ഓർമ്മയ്ക്ക് ചില കാര്യങ്ങൾ മറന്നു പോവാതിരിക്കാൻ. ബൈ.